ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു. ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രോപ്പർലി റാങ്ക്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഓർഡർ ഫ്രം ദ ഹൈയസ്റ്റ് risk or opportunity for return to the lowest risk or opportunity for return. ക്ലിയർ ആണല്ലോ അല്ലേ? കാണുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ? എ കോമൺ സ്റ്റോക്ക്, പ്രിഫേർഡ് സ്റ്റോക്ക്, ഇൻകം ബോണ്ട്, ഡിബഞ്ചേഴ്സ്. അതായത് ഈ ഓർഡർ നോക്കിയാൽ മതി കേട്ടോ. ഓർഡർ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ഹയസ്റ്റ് റിസ്ക് ഓർ ഓപ്പർച്യൂണിറ്റി ഫോർ റിട്ടേൺ ടു ലോവസ്റ്റ് റിസ്ക് ഓർ ഓപ്പർച്യൂണിറ്റി ഫോർ റിട്ടേൺ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞോ? നോക്കിയോ? ഓക്കെ, ഓക്കെ. അപ്പൊ ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ ആൻസർ ശരിയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞത് എ എന്നാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടേംസ് ആണ് ഇതിലുള്ളത്. ട്രഷറി, US ട്രഷറി ബോണ്ട്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോർഗേജ് ബോണ്ട്സ് എന്താന്ന് പറഞ്ഞായിരുന്നു, ഡിബഞ്ചേഴ്സ് എന്താന്ന് പറഞ്ഞായിരുന്നു, ഇൻകം ബോണ്ട് എന്താന്ന് പറഞ്ഞായിരുന്നു. പറയാതിരുന്ന രണ്ട് കാര്യമുള്ളൂ. ഒന്ന് കോമൺ സ്റ്റോക്കും ഒന്ന് പ്രിഫേർഡ് സ്റ്റോക്കും ആണ്. ഓക്കെ, ഇതിൽ കോമൺ സ്റ്റോക്കും പ്രിഫേർഡ് സ്റ്റോക്കും എന്താന്ന് ജസ്റ്റ് ഒന്ന് പറയണോ, അതോ ക്ലിയർ ആണോ? ഇപ്പം ജോയിൻ ചെയ്തവരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ പറയാത്തവര് ബാക്കി പറയാത്തവര് പറയാ കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ എല്ലാരും തന്നെ ആൻസർ എ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ട ടേംസ് ഉണ്ടോ? ഏതെങ്കിലും അറിയത്തില്ലാത്ത ടേംസ് ഉണ്ടോ? കോമൺ സ്റ്റോക്കും പ്രിഫേർഡ് സ്റ്റോക്കും എന്താന്ന് ഞാൻ പറയണോ? ആർക്കെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ ഓക്കെ, ക്ലിയർ ആണ്. പറയേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എന്തുകൊണ്ടാണ് കോമൺ സ്റ്റോക്കിന് ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് നിങ്ങൾക്ക് അറിയാലോ. കോമൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണേഴ്സ് ആണ്, കമ്പനിയുടെ ഓണേഴ്സ് ആണ്. അവർക്ക് കൃത്യമായിട്ട് ഡിവിഡൻഡ് ഒന്നും കിട്ടണമെന്നില്ല. അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം മാത്രമേ കോമൺ സ്റ്റോക്കിന് കിട്ടുള്ളൂ. ഓക്കെ, അതാണ് അതിന് റിസ്ക് കൂടുതലാന്ന് പറയുന്നത്. അതായത് എല്ലാ നമ്മുടെ കമ്പനിയുടെ എല്ലാ ബാധ്യതകളും തീർത്തതിന് ശേഷം മാത്രമേ കോമൺ സ്റ്റോക്ക് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടുള്ളൂ, ഡിവിഡൻഡോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടണമെങ്കിൽ കമ്പനിയുടെ എല്ലാ ബാധ്യതകളും ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്ന എല്ലാ ബാധ്യതകളും തീർത്ത് എല്ലാ ലയബിലിറ്റീസും പേ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ കോമൺ സ്റ്റോക്കിന് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഏറ്റവും കൂടുതൽ റിസ്ക് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ റിട്ടേണും കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ഈക്വൽ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. ഓക്കെ, പ്രോഫിറ്റ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് അവരുടെ റിട്ടേണും കൂടുതലാണ്. റിട്ടേണും കൂടുതലും കുറവുമായിരിക്കും. പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ അവർക്ക് കൂടുതൽ റിട്ടേൺ കിട്ടും. ക്ലിയർ ആയോ? അറിയാൻ തോന്നുന്നു അല്ലെ? ഞാനിത് പറയേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലുണ്ടല്ലോ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം.
അല്ലെങ്കിൽ അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം നമുക്ക്. ബേസ്ഡ് ഓൺ ആൻ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റിംഗ് വിച്ച് സ്റ്റോക്ക് ഷുഡ് ബി ദ ഇൻവെസ്റ്റർ പർച്ചേസ്. ഒരു ഇൻവെസ്റ്റർ ഏത് സ്റ്റോക്ക് ആയിരിക്കും പർച്ചേസ് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചു. ഇത് ചോദിച്ചിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റർ, ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏത് സ്റ്റോക്കിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത, അതാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ജസ്റ്റ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക, അതിനുശേഷം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇത് ഇന്നലെ പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്, പ്രോബബിലിറ്റി വരുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് ചെയ്തതിന് ശേഷം എന്നോട് പറയാം കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ഓപ്ഷൻസ് കാണിച്ചു തരാം. ആദ്യം ഇതിന്റെ ആൻസർ രണ്ടിന്റെയും കണ്ടുപിടിച്ചിട്ട്, അതായത് രണ്ട് കമ്പനിയുടെയും കണ്ടുപിടിച്ചിട്ട് പറയും. ചെയ്ത് കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? കിട്ടിയോ ആൻസർ? ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തത് മാറ്റട്ടെ, അടുത്ത ക്വസ്റ്റിന്റെ അതായത് ഓപ്ഷൻസ് കാണിക്കട്ടെ. ആരെങ്കിലും ചെയ്ത് കഴിയാത്തതുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയണേ, കാരണം ഞാൻ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, എല്ലാവരും ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ആരും എനിക്ക് നോന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അടുത്ത സ്ലൈഡ് കാണിക്കാം, അതായത് ഇതിന്റെ ഓപ്ഷൻസ് കാണിക്കാം. ഒന്നാമത്തത് മാസൽ കമ്പനീസ് ബിക്കോസ് ഇറ്റ്സ് എക്സ്പെക്ടഡ് റിട്ടേൺ ഈസ് സ്ലൈറ്റ്ലി ഹയർ. ബി പറയുന്നത് ഗിൽബർട്ട് കമ്പനീസ് ബിക്കോസ് ഇറ്റ്സ് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് സ്ലൈറ്റ്ലി ഹയർ. സി പറയുന്നത് മാർസൽ കമ്പനീസ് ബിക്കോസ് ഇറ്റ്സ് വെയ്റ്റഡ് ഡൗൺസൈഡ് റിസ്ക് ഈസ് ലോവർ. ഡി പറയുന്നത് ഗിൽബർട്ട് കമ്പനീസ് ബിക്കോസ് ഇറ്റ്സ് വെയ്റ്റഡ് അപ്സൈഡ് റിസ്ക് ഈസ് ഹയർ. സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ.
ആൻസർ കിട്ടിയെങ്കിൽ പറയാം കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. ഇതിന്റെ ആൻസർ എ ആണ്. നമുക്കിവിടെ മെർസൽ കമ്പനിയുടെ കമ്പനി സ്റ്റോക്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ റിട്ടേൺ കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതായത് ഓരോ പ്രോബബിലിറ്റി ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്യുക, അതിന്റെ ടോട്ടൽ എടുക്കുക. 6 ഇൻറ്റു 10 ചെയ്യുക, 4 ഇൻറ്റു 40 ചെയ്യുക, 2 ഇൻറ്റു 40 ചെയ്യുക, -2 ഇൻറ്റു 10 ചെയ്യുക. ഇതിന്റെ ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ മെർസൽ കമ്പനിയുടെ കിട്ടും. ഓക്കെ, ഗിൽബർട്ടിന്റെ സെയിം പാറ്റേണിൽ തന്നെ ചെയ്യുക. അതായത് 7 ഇൻറ്റു 25 ചെയ്യുക, 5 ഇൻറ്റു 25 ചെയ്യുക, 0 ഇൻറ്റു 25 ചെയ്യുക, -1 ഇൻറ്റു 25 ചെയ്യുക. അതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് ഗിൽബർട്ട് കമ്പനിയുടെ കിട്ടും. മെർസൽ കമ്പനിയുടെ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2.8 ആണ് അല്ലേ? ഗിൽബർട്ടിന്റെ കിട്ടിയിരിക്കുന്നത് 2.75 ആണ്. ഇത് തന്നെയാണോ എല്ലാവർക്കും കിട്ടിയത്? 2.8ഉം 2.75ഉം ആണോ കിട്ടിയത്? ഓക്കെ, സോ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് മനസ്സിലാകും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് മെർസൽ കമ്പനിയുടെയാണ്. അത് സ്ട്രേറ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് ഇവിടെ. മെർസൽ കമ്പനീസ് ബിക്കോസ് ഇറ്റ്സ് എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് സ്ലൈറ്റ്ലി ഹയർ. ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇതില്? ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Twenty-fourth question. Listed below are 4 numbers. Which of these numbers represents the coefficient of correlation of a stock portfolio with the least risk? A 100, B 1, C 0, D -1. എല്ലാവരും ആൻസർ കഴിഞ്ഞോ? ലീസ്റ്റ് റിസ്ക് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ് റിസ്ക്, ഏറ്റവും കുറവ് റിസ്ക്, ലീസ്റ്റ് റിസ്ക്. കഴിഞ്ഞോ? എല്ലാവരും ആൻസർ പറഞ്ഞോ? ഓക്കെ, നിങ്ങൾ പറഞ്ഞ ആൻസർ ചിലര് പറഞ്ഞത് ബി എന്നാണ്, ചിലര് പറഞ്ഞത് സി എന്നാണ്. പക്ഷെ ഇതിന്റെ ആൻസർ ഡി ആണ്. ഏറ്റവും കുറവ് റിസ്ക് എവിടെയാണെന്നാണ്. ബീറ്റ. -1 എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ബീറ്റയാണ്. നെഗറ്റീവ് റിസ്ക് ആണ്, അതല്ലേ ഏറ്റവും കുറവ് വരുന്നത്. നെഗറ്റീവ് റിസ്ക് അല്ലേ ഏറ്റവും കുറവ് റിസ്ക് എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കി.
ബീറ്റ എന്ന് പറയുന്നത് റിസ്ക് ആണ്. ബീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിലോ അതിനായിരിക്കില്ലേ ഏറ്റവും കുറവ് റിസ്ക് വരുന്നത്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നിങ്ങൾ ഒരു 2-3 ഡൗട്ട് ചോദിച്ചത് ഞാൻ അറിഞ്ഞായിരുന്നു. അതായത് ഈൽഡിന്റെ ഒക്കെ പോർഷൻ അല്ലേ, നമുക്ക് അതിൽ അധികം ക്വസ്റ്റ്യൻസ് വരുന്നില്ല. ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ എന്താ പറയാ, ഇതിലൊന്നും ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ആ കൺസെപ്റ്റ് പറഞ്ഞു തരാം. അതിന്റെ 2 കൺസെപ്റ്റും പറഞ്ഞു തരാം. അതായത് ബോണ്ട് ഡ്യൂറേഷൻ ഒക്കെയല്ലേ ഡൗട്ട് ചോദിച്ചിരുന്നത്. ഞാൻ എന്തായാലും ഈ 2-3 ദിവസത്തിനുള്ളിൽ, അതായത് സാറ്റർഡേക്കുള്ളിൽ ഞാൻ പറഞ്ഞു തരാം. അതിന്റെ ക്വസ്റ്റ്യൻസ് വലിയ കാര്യമായിട്ട് വരുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പറഞ്ഞു തരാൻ മാത്രം അതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടില്ല. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് ശ്രീവിദ്യ ചേച്ചിക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ. ഒരാള് ചോദിച്ചത് നെഗറ്റീവ്ലി റിലേറ്റഡ്. ഓക്കെ, എന്തോ ചോദിച്ചു, എനിക്ക് കണ്ടില്ല. ഒരാള് ചോദിച്ചത് ഞാൻ കണ്ടു, നെഗറ്റീവ്ലി റിലേറ്റഡ് അല്ലേന്ന്. അങ്ങനെയല്ലേ ചോദിച്ചത്? അതായത് നെഗറ്റീവ് 1 വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എന്താ, സ്റ്റോക്കും മാർക്കറ്റും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മാർക്കറ്റും തമ്മിലാണ് ഓപ്പോസിറ്റ് റിലേഷൻ. അതായത് സ്റ്റോക്ക്, നമ്മുടെ ഇൻഡിവിജ്വൽ സ്റ്റോക്കിന് സ്റ്റോക്ക് ഏത് ഡയറക്ഷനാണോ, അതായത് ഇൻഡിവിജ്വൽ സ്റ്റോക്കിന് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാർക്കറ്റ് പോകുന്നതേ ഉള്ളൂ. അതിന് നമുക്ക് റിസ്ക് ഒന്നും വരുന്നില്ല. അതിൽ റിസ്ക് വരുന്നില്ല. ക്ലിയർ ആയോ? അതായത് ഇപ്പം 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ, റിസ്ക് ഫ്രീ റേറ്റ് ആണ് പറയുന്നത്. നോർമൽ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ബീറ്റ എന്ന് പറയുന്നത് റിസ്ക് ആണെന്ന് പറയുന്നു. ഓക്കെ, നെഗറ്റീവ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ഫ്രീ ആണ്. അപ്പൊ അത് നെഗറ്റീവ് ആയി കഴിഞ്ഞാലോ അത്ര പോലും റിസ്ക് ഇല്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ക്ലിയർ ആയോ? നോർമലായിട്ട് നിങ്ങളൊരു വാല്യൂ വെച്ച് ചിന്തിച്ചാൽ മതി. ഈ -1 നെഗറ്റീവ്ലി റിലേറ്റഡ് എന്ന് നമ്മൾ പറഞ്ഞത്, അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് വെച്ചാൽ അത് നമ്മൾ മാർക്കറ്റും അല്ലെങ്കിൽ എന്താ നമ്മുടെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാനാണ് പറഞ്ഞത് അല്ലെ. ആദ്യത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം ഡയറക്ഷൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആയിരിക്കും കൂടുതൽ എന്താ പറയാ വോളട്ടൈൽ എന്ന് പറഞ്ഞു. ലെസ് ദാൻ 1 ആണെങ്കിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആണ് ലെസ് വോളട്ടൈൽ എന്ന് പറഞ്ഞു. ഈക്വൽ ടു 0 ആണെങ്കിൽ റിസ്ക് ഫ്രീ ആണെന്ന് പറഞ്ഞു. നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇതിലിപ്പം എക്സാമ്പിൾ എന്താ പറയണ്ടേ? എക്സാമ്പിൾ ഓക്കെ, ഇതിന് ഞാൻ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം നിങ്ങൾ ഇത് റെഡ് മാർക്കിൽ ഇടുക കേട്ടോ. ഇത് ഞാനൊരു എക്സാമ്പിൾ ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു ഇതിനൊരു എക്സാമ്പിൾ ഇട്ട് പറയുമെന്ന്. ഞാനിതൊരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞു തരാം.
ഇപ്പം ഇത് ഇവിടെ നിൽക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ എന്തെങ്കിലും നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിലുള്ള എന്തെങ്കിലും വെച്ച് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിനൊരു എക്സാമ്പിൾ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇതിപ്പം 25th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോ. ക്വസ്റ്റ്യൻ, all time incorporation is a business firm operating in a very stable market. Earnings growth has averaged about 3.2% for the last dozen years, just staying in line with inflation. The firm's weighted average cost of capital is 8%, much lower than most firms. Johnstone has just been hired as എനിക്ക് സംഭവം വരുന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ വരെയൊക്കെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, the firm's weighted average cost of capital is 8%, much lower than most firms. Johnstone has just been hired as all-time's new CEO and wants to turn what he calls a cash cow into a growth company. Toms wants to reduce the dividend payout and use the resulting retained earnings to fund the firm's expansion into new product line. All times historical beta has been about 0.6. With the CEO changes, what will mostly likely happen to all times beta and the required return on investment in its shares? Okay. A, the beta will fall and the required return will rise. B, the beta will fall and the required return will fall. C, the beta will rise and the required return will fall. D, the beta will rise and the required return will rise. ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ?
ഓക്കെ, എല്ലാരും ആൻസർ ചെയ്ത് കഴിഞ്ഞില്ലേ അല്ലേ? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ ആൻസർ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാരും പറഞ്ഞ ആൻസർ സെയിം ആണ്. പക്ഷെ ഒരാള് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ പറഞ്ഞത് എ ആണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരുടെ ആൻസർ ഞാൻ ഡി ആണ് കണ്ടത്. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ വായിക്കുന്ന കൂടെ ഓപ്ഷൻസും വായിക്കുന്നുണ്ടാവും അല്ലെ? ഈ ഓപ്ഷൻസിൽ ആദ്യം തന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അത് റിമൂവ് ചെയ്യാം. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ബീറ്റ വിൽ ഫോൾ ആൻഡ് ദ റിക്വയർഡ് റിട്ടേൺ വിൽ റൈസ്. എപ്പോഴെങ്കിലും അത് പോസിബിൾ ആണോ? കുറയുകയും റിട്ടേൺ കൂടുകയും ചെയ്യുമോ? അല്ല, ഒരിക്കലും പോസിബിൾ അല്ല. നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നോ അത്രയും നമുക്ക് റിട്ടേൺ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ സ്റ്റേറ്റ്മെന്റേ തെറ്റാണ്. ഒരിക്കലും ബീറ്റ കുറയുമ്പോൾ റിട്ടേൺ കൂടില്ല. ഓക്കെ, ആദ്യത്തത് റിമൂവ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞത് ദ ബീറ്റ വിൽ ഫോൾ ആൻഡ് ദ റിക്വയർഡ് റിട്ടേൺ വിൽ ഫോൾ. കറക്റ്റ് ആണ് അല്ലേ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് ബീറ്റ കുറയുന്നു, അതിനനുസരിച്ച് റിട്ടേണും കുറയുന്നു, പോസിബിൾ ആണ്. മൂന്നാമത്തത് പറയുന്നത് ദ ബീറ്റ വിൽ റൈസ് ആൻഡ് ദ റിക്വയർഡ് റിട്ടേൺ വിൽ ഫോൾ. ബീറ്റ കൂടും, റിട്ടേൺ കുറയുമെന്ന്. പോസിബിൾ ആണോ? പോസിബിൾ അല്ല, പോസിബിൾ അല്ല. ആ സ്റ്റേറ്റ്മെന്റേ തെറ്റാണ്. അപ്പം എയും സിയും സ്റ്റേറ്റ്മെന്റേ റോങ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ബിയും ഡിയും ആണ്. അതായത് ബീറ്റ വിൽ ഫോൾ ആൻഡ് ദ റിക്വയർഡ് റിട്ടേൺ വിൽ ഫോൾ, ഓർ ബീറ്റ വിൽ റൈസ് ആൻഡ് ദ റിക്വയർഡ് റിട്ടേൺ വിൽ റൈസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു പുതിയ സിഇഒ കമ്പനിയിൽ. അയാൾ വന്നതോടുകൂടി അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കമ്പനി ഇപ്പൊ നോർമൽ ആയിട്ടാണ് പൊക്കോണ്ടിരുന്നത്. ക്യാഷ് കൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ അപ്പം അത് എടുക്കാം. ക്യാഷ് കൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ പൊസിഷനില്ല, അത്യാവശ്യം നമ്മൾ ഇറക്കുന്ന എത്ര പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നോർമൽ പൊസിഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പൊസിഷനിൽ നിന്ന് കമ്പനി കുറച്ചും കൂടെ ഗ്രോത്ത് ഉള്ള കമ്പനി ആക്കി മാറ്റണം എന്നാണ് സിഇഒക്ക് താല്പര്യം. അങ്ങനെ ആക്കണം എന്നാണ് സിഇഒയുടെ ഇൻട്രസ്റ്റ്. അപ്പൊ സിഇഒ അതിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഡിവിഡൻഡ് കുറച്ചു. അതായത് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഡിവിഡൻഡ് കുറച്ച് ആ പൈസ ഉപയോഗിച്ച് എക്സ്പാൻഷൻ നടത്തുവാണ്. കമ്പനി എക്സ്പാൻഷൻ നടത്തുവാണ്. നടത്തിയിട്ട് ന്യൂ പ്രൊഡക്റ്റ് ലൈൻസ് ആണ്, അതായത് ന്യൂ പ്രൊഡക്റ്റ് ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടി ന്യൂ പ്രൊഡക്റ്റ് ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ നേരത്തെ 0.6 ആയിരുന്നു ബീറ്റ. ഇപ്പോ ഇങ്ങനെ ഒരു ന്യൂ പ്രൊഡക്റ്റ് ലൈൻ അയാള് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഇൻഫ്ലുവൻസ്, അല്ലാതെ എങ്ങനെയായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. സ്വാഭാവികമായും ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് റിസ്ക് ഉള്ള പരിപാടിയാണോ അതോ റിസ്ക് ഇല്ലാത്ത പരിപാടിയാണോ? റിസ്കിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല. നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് മേ ബി പ്രോഫിറ്റബിൾ ആകാം, അല്ലെങ്കിൽ അല്ലാതിരിക്കാം. നമ്മൾ അതൊരു വലിയ റിസ്ക് ആണ് അല്ലെ? ഇത് സക്സസ് ആവോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മൾ എടുക്കുന്ന റിസ്ക് ആണ് പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായും അതൊരു റിസ്കി ഇവന്റ് ആണ്. സോ നമ്മുടെ ബീറ്റ എന്തായാലും 0.6 നിന്ന് അല്ലേ? റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേണും കൂടും. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. നിങ്ങളുടെ ടോപ്പിക്സ് ഇപ്പൊ എവിടെ വരെ എത്തി എന്നൊന്ന് പറയാവോ? അതായത് സെക്ഷൻ ബി ക്ലാസ്സസ് നടക്കില്ലേ ഇപ്പോ? ഇപ്പൊ ഏത് പോർഷൻ വരെയാണ്, എവിടെ വരെ, ഏത് ടോപ്പിക് വരെ എടുത്ത് നിർത്തിയിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ. Okay, 26th question. Using the capital asset pricing model, determine the expected market risk premium from the following information. Beta of investment A 1.4, risk-free return 3, expected return on investment A 7.4. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പെക്ടഡ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം ആണ്. ആൻസർ കിട്ടിയോ? ഓൾമോസ്റ്റ് എല്ലാവരും സെയിം ആൻസർ ആണ് പറയുന്നത്. പറയണം. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ കിട്ടിയില്ല എന്ന് തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞോ? എല്ലാരും ചെയ്ത് കഴിഞ്ഞോ? ആരെങ്കിലും കഴിയാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ജസ്റ്റ് ആൻസർ കിട്ടിയെന്ന് തോന്നുന്നു. ആൻസർ ഏതാണ്? കിട്ടിയത് എങ്ങനെയാന്ന് ജസ്റ്റ് പറയണോ? അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ്പെക്ടഡ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം ആണ്. എക്സ്പെക്ടഡ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം വെച്ചിട്ടുണ്ടെങ്കിൽ RM മൈനസ് RF ആണ് അല്ലെ? അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ ഉണ്ട് 7.4 ആണ്. ചെയ്ത് കാണിക്കാവേ. ഈക്വൽ ടു RF നമുക്ക് തന്നിട്ടുണ്ട് 3 ആണ്. പ്ലസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മാർക്കറ്റ് പ്രീമിയം RM മൈനസ് RF. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇക്വേഷൻ ആർക്കെങ്കിലും സോൾവ് ചെയ്ത് കാണിക്കേണ്ടതുണ്ടോ? ക്ലിയർ ആണല്ലേ? ഇത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.14 ആണ്.
ചെയ്ത് കാണിക്കണ്ട എന്ന് എല്ലാവർക്കും കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ചെയ്ത് കാണിക്കണമെങ്കിൽ ജസ്റ്റ് വേണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. question നോക്കാം. If the return on the market portfolio is 10% and the risk-free rate is 5%, what is the effect on a company's required rate of return on its stock of an increase in the beta coefficient from 1.2 to 1.5? A, 3% increase. B, 1.5% increase. C, no change. D, 1.5% decrease. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ഓൾമോസ്റ്റ് എല്ലാവരും സെയിം ആൻസർ തന്നെ. ഇതെനിക്കറിയാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന്. നിങ്ങൾ വർക്കൗട്ട് ചെയ്തോട്ടെ എന്ന് ഓർത്ത് തരുന്നതാണ് കേട്ടോ. ആരും വേറെ ആൻസറുകളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും ബി തന്നെയാണ് പറഞ്ഞത്. ജസ്റ്റ് ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയാം. നിങ്ങൾക്ക് ജസ്റ്റ് R is equal to RF plus RM minus RF into ബീറ്റ എന്ന ഫോർമുലയിൽ ആദ്യം 1.2 ബീറ്റ ഇട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് 1.5 ബീറ്റ ഇട്ട് ചെയ്യുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന്. അതായത് ഫസ്റ്റ് നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത്, അതായത് 1.2 ബീറ്റ ഇട്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 11% ആണ് അല്ലേ? 11% അല്ല കിട്ടിയത്. അതായത് 10 minus 5 into 1.2 plus 5 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 11 അല്ലേ കിട്ടിയത്? ഇങ്ങനെ തന്നെയല്ലേ ചെയ്തത്? 11 കിട്ടി. സെക്കൻഡ് നിങ്ങൾ 1.5 ബീറ്റ ഇട്ടു. നേരത്തെ നമ്മൾ 1.2 ബീറ്റ ഇട്ട സ്ഥാനത്ത് 1.5 ഇട്ടു. അപ്പം 5 plus 10 minus 5 into 1.5 എന്ന് വന്നു. അത് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12.5 ആണ്. നേരത്തെ 11 ആയിരുന്നു. ഇപ്പൊ 11 ആയിരുന്നു റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പോ 12.5 ആയി. മീൻസ് റിട്ടേൺ ഇൻക്രീസ് ചെയ്തു, അതുപോലെ തന്നെ റിസ്കും ഇൻക്രീസ് ചെയ്തു. ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാവോ എന്നല്ല, ഈ കൺസെപ്റ്റ് ക്ലിയർ ആയോ എന്നാണ് ഞാൻ ചോദിക്കണത്. നമ്മൾ ചിലപ്പോൾ 2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആകുമായിരിക്കും. പക്ഷെ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാതെ കൺസെപ്റ്റും കൂടെ പഠിച്ചു പോവുക. എന്നിട്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ടാവും, അതായത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ആദ്യം വായിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ആദ്യം നിങ്ങൾ ലാസ്റ്റ് വായിക്കുക. അതായത് കാൽക്കുലേറ്റിംഗ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ദ മാനേജ്മെന്റ് ഓഫ് സ്കൈ മേക്ക്. അതായത് അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ഐഡിയ കിട്ടും, അതായത് ക്വസ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും, എന്താണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും നമുക്ക് ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും വേണ്ടത്. സോ എപ്പോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ആദ്യം എൻഡിന്ന് തുടങ്ങുക. അതായത് എൻഡിലെ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്നിട്ട് വേണം ക്വസ്റ്റ്യൻ ഫസ്റ്റ് തൊട്ട് വായിക്കാൻ. അല്ലാതെ ആദ്യം തൊട്ട് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കാതെ ഫസ്റ്റ് ലാസ്റ്റ് ടൈം വായിക്കുക. ഇത് ഓൾറെഡി ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സസ് പോയതല്ലേ, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ തരാനാണ്, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബീറ്റ തന്നിട്ടുണ്ട്, റിട്ടേൺ തന്നിട്ടുണ്ട്, റിട്ടേൺ ഓൺ മാർക്കറ്റ് തന്നിട്ടുണ്ട്, റിസ്ക് ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇതിൽ ഏതിലായിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാരും ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞോ എല്ലാരും? കുറച്ച് ആൾക്കാർ ആൻസർ ചെയ്തിരുന്നു, ചെയ്യാത്ത ആൾക്കാരുണ്ട്. ചെയ്ത് കഴിഞ്ഞെങ്കിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. ട്ടോ.
കഴിയാത്ത ആരെങ്കിലും കഴിയാത്ത ഹലോ, കേൾക്കുന്നില്ലേ? കഴിഞ്ഞു. കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞില്ല എന്ന് പറയട്ടോ. കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ല എന്ന് പറയൂ. ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആൻസർ ബി പറഞ്ഞു, അതായത് എ ആൻഡ് സി ഓൺലിന്ന്. ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട്, അതായത് ചെയ്തിട്ട് എങ്ങനെയാ കിട്ടിയതെന്ന് പറയാവോ? എങ്ങനെയാണ് എ ആൻഡ് സി എന്ന ആൻസർ നിങ്ങൾ എത്തിയെന്ന് പറയാവോ? ഞാൻ പേര് വിളിക്കണോ അതോ നിങ്ങൾ ആരെങ്കിലും തന്നെ സ്വയമേ അൺമ്യൂട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ? ഹലോ, ഞാൻ പേര് വിളിക്കണോ? ഞാൻ പേര് വിളിക്കാം. നന്ദിനി അൺമ്യൂട്ട് ചെയ്തേ. എങ്ങനെയാ ആൻസർ കിട്ടിയെന്നൊന്ന് പറയൂ. മാം, അത് എക്സ്പെക്ടഡ് റിട്ടേൺ കൂടുതലാണ് മാർക്ക് കിട്ടണേക്കാൾ കൂടുതൽ എക്കും സിക്കും. ബിക്ക് ഈക്വൽ ആണ്, അപ്പൊ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല, അങ്ങനെ വരില്ലേ? അപ്പൊ എയും സിയും അങ്ങനെ. നിങ്ങക്ക് എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് വെച്ചാൽ, എടാ മോനെ അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, നിങ്ങക്ക് എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് വെച്ചാൽ എന്താണ് ഇതുവരെ ക്ലിയർ ആയില്ലേ? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന മാക്സിമം റിട്ടേൺ ആണ് എക്സ്പെക്ടഡ് റിട്ടേൺ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടാൻ പോസിബിൾ ആയ മാക്സിമം റിട്ടേൺ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നതാ. ഓക്കെ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻവെസ്റ്ററിന് വേണ്ട മിനിമം റിട്ടേൺ. അതായത് ഒരാൾ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം എത്ര റിട്ടേൺ വേണമെന്ന് പറയുന്നതാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റിന്റെ മാക്സിമം റിട്ടേൺ ആണ് എക്സ്പെക്ടഡ് റിട്ടേൺ. ഇവിടെ നമുക്ക് ബീറ്റ് തന്നിട്ടുണ്ട്. എക്ക് 1.4 എന്ന് തന്നിട്ടുണ്ട്, ബിക്ക് 0.8 എന്ന് തന്നിട്ടുണ്ട്, സിക്ക് 1.5 എന്ന് തന്നിട്ടുണ്ട്. റിട്ടേൺ ഓൺ മാർക്കറ്റ് 11% തന്നിട്ടുണ്ട്, റിസ്ക് ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഓരോ, അതായത് എയുടെയും ബിയുടെയും സിയുടെയും എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പറ്റില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ പറഞ്ഞില്ലായിരുന്നോ? അതായത് ബീറ്റ മാത്രമായിരിക്കും ഒരു സെക്യൂരിറ്റി, ഒരേപോലെയുള്ള സെക്യൂരിറ്റിയിൽ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ബീറ്റ മാത്രമായിരിക്കും. റിട്ടേൺ ഓൺ മാർക്കറ്റും റിസ്ക് ഫ്രീ റേറ്റും അവർക്കെല്ലാം സെയിം ആയിരിക്കും. ഓരോ കമ്പനിയും എന്താ പറയാ, ബോൺ ചെയ്യുന്ന റിസ്ക് റേറ്റിലായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. ദാറ്റ് മീൻസ് ബീറ്റ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ബാക്കി റിട്ടേൺ ഓൺ മാർക്കറ്റും റിസ്ക് ഫ്രീ റേറ്റും സെയിം ആണ്. ബിയുടെയും സിയുടെയും, അതായത് 6 കണ്ടുപിടിക്കാൻ പറ്റും. 6 കണ്ടുപിടിച്ച എല്ലാത്തിന്റെയും, അതായത് എയുടെയും ബിയുടെയും സിയുടെയും റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിച്ച്. കണ്ടുപിടിച്ചിട്ടൊന്ന് പറയണേ. കണ്ടുപിടിച്ച് കഴിയുമ്പോ ഓക്കെ കണ്ടുപിടിച്ചു. നിന്റെയും കണ്ടുപിടിക്കണം. ഇവിടെ കാണിക്കാൻ വേണ്ടിയാണ്. കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തിരിയുന്നുണ്ടോ? ഇത് ഇപ്പോഴും തിരിയുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. എയുടെ 6 എത്ര കിട്ടി?
എയുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്ര കിട്ടിയത്? നിങ്ങൾക്ക് എങ്ങനെയാന്നേ 14.4 കിട്ടിയത്? കുറെ ആൾക്കാർക്ക് 14.4 കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, അതായത് R കണ്ടുപിടിക്കുന്നതാണ്. RF പ്ലസ് RM മൈനസ് RF ഇൻറ്റു 1 ബീറ്റ. 1-2 പേർക്ക് കിട്ടി. ഒരു 3-4 പേര് 14.4 എന്നാണ് ആൻസർ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ 2-3 പേർക്ക് കിട്ടി 30. ഓക്കെ, എക്ക് കിട്ടുന്ന R 13 ആണ്. എല്ലാവർക്കും 13 ആണോ കിട്ടിയത്? ആർക്കെങ്കിലും 13 കിട്ടിയില്ലെങ്കിൽ പറയാം, ഞാൻ അതൊന്നുകൂടെ ചെയ്ത് കാണിക്കാം 13 എങ്ങനെയാ കിട്ടിയെന്ന്. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയേ, സമയം കളയരുത്. അടുത്ത ക്വസ്റ്റിനോട് നമുക്ക് പെട്ടെന്ന് പോകണം. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഹരിശങ്കർ കിട്ടിയോ? ഹരിശങ്കറിന് കിട്ടിയോ? ഹരിജിത്ത് കിട്ടിയോ? ഇവർക്കൊക്കെ? നവീൻ, ഇവരുടെ ഒന്നും റിപ്ലൈ കണ്ടില്ല. കിട്ടിയോ ഇവർക്കൊക്കെ? ഓക്കെ, 13 കിട്ടി. ഇവിടെ എക്സ്പെക്ടഡ് റിട്ടേൺ എത്രയാ വന്നിരിക്കുന്നത്? എയുടെ എക്സ്പെക്ടഡ് റിട്ടേൺ എത്രയാ? 12% ആണ് അല്ലേ? 12% ആണ്. ഇനി ബിയുടെ പറഞ്ഞേ, ബിയുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാ കിട്ടിയിരിക്കുന്നത്? എത്ര കിട്ടിയിരിക്കുന്നത്? 1-2 പേര് പറഞ്ഞു, പറയാത്ത ആൾക്കാരുണ്ട്. നവീൻ, ഹരിജിത്ത് അവരൊക്കെ ചെയ്തോ? പറഞ്ഞ എത്ര കിട്ടിയെന്ന്? ജെയിൻ പറഞ്ഞോ ആൻസർ എത്രയാന്ന് പറഞ്ഞേ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം തോന്നുന്നു. എന്നാണ് റേറ്റ് ഓഫ് റിട്ടേൺ എടുത്തിട്ടാണ് എക്സ്പെക്ടഡ് റിട്ടേൺ 11% ആണ്. ഓക്കെ, സിയുടെ പറഞ്ഞു, സിയുടെ എത്ര കിട്ടുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞോ എല്ലാവരും? പറഞ്ഞു വിചാരിക്കുന്നു. അപ്പം ആൻസർ 13.5 ആണ്. എല്ലാവർക്കും ഇത് തന്നെയല്ലേ കിട്ടിയത്? ഇതിന്റെ എക്സ്പെക്ടഡ് റിട്ടേൺ എത്രയാ? 30. ഇനി ഇത് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എക്ക് 13 ആണ്,
എക്സ്പെക്ടഡ് റിട്ടേൺ 12 ആണ്. ഈ ഒരു ഇപ്പൊ നമ്മൾ എഴുതി ഇത്രയും നോക്കിയിട്ട് ഏതായിരിക്കും കമ്പനി അക്സെപ്റ്റ് ചെയ്യുക, ഏതായിരിക്കും കമ്പനി റിജക്ട് ചെയ്യുക? ഞാൻ ഈ ടേബിൾ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പറയും. ടേബിൾ നോക്കിയിട്ട് പറയേ. കിട്ടിയില്ലേ ആൻസർ? ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. ഈ കൺസെപ്റ്റ് മനസ്സിലാവാത്തവരുണ്ടോ? ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാനാണ്. അതായത് എയെ സംബന്ധിച്ച് എക്ക് എ എന്ന് പറയുന്ന ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് ഒരു മിനിമം 30% എങ്കിലും റിട്ടേൺ കിട്ടണം. ഓക്കെ, മിനിമം ഒരു 30% എങ്കിലും റിട്ടേൺ കിട്ടണം. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിന് മാക്സിമം കിട്ടുന്ന റിട്ടേൺ 12% ആണ്. നമുക്ക് 13% വേണം, പക്ഷെ ആ പ്രൊജക്റ്റിന് മാക്സിമം 12% കിട്ടുള്ളൂ. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ? അക്സെപ്റ്റ് ചെയ്യുമോ? അക്സെപ്റ്റ് ചെയ്യില്ല. രണ്ടാമത്തെ കേസ് നോക്കിക്കേ. നമുക്ക് 10% മിനിമം കിട്ടുന്ന ഒരു റിട്ടേണിൽ നമ്മൾ അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ നോക്കുന്ന പ്രൊജക്റ്റിന് 11% ആണ് മാക്സിമം കിട്ടുന്ന അതായത് റിട്ടേൺ. അതായത് നമ്മൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ? നമുക്ക് 10% മതി, പക്ഷെ അവർക്ക് 11% റിട്ടേൺ മാക്സിമം അവർക്ക് 11 വരെ കിട്ടും. അപ്പൊ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുവോ, ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുവോ? ഇൻവെസ്റ്റ് ചെയ്യും. ഇനി സി നോക്കുവാണെങ്കിൽ 13.5% എങ്കിലും മിനിമം നമുക്ക് വേണം. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന പ്രൊജക്റ്റിന് മാക്സിമം കിട്ടുന്നത് 13% ആണ്. ദാറ്റ് മീൻസ് 0.5% നമുക്ക് കുറവേ കിട്ടും. നമ്മൾ ചെയ്യുവോ? ആരെങ്കിലും കുറവ് റിട്ടേൺ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവോ? ചെയ്യത്തില്ല അല്ലെ? ചെയ്യത്തില്ല. സോ ഇത്രയേ ഉള്ളൂ. എക്സ്പെക്ടഡ് റിട്ടേണും റിക്വേർഡ് റിട്ടേൺ എന്ന് വെച്ചാൽ, റിക്വേർഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അതായത് ഇൻവെസ്റ്ററിന് കിട്ടേണ്ട ഒരു മിനിമം റിട്ടേൺ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കിട്ടേണ്ട ഒരു മിനിമം റിട്ടേൺ ഉണ്ട്. ഒരു ഇത്ര വരെ റിട്ടേൺ കിട്ടുവാണെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു മിനിമം റിട്ടേൺ നമ്മൾ വിചാരിക്കും. ആ റിട്ടേണിനെയാണ് റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ER എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റിന് മാക്സിമം കിട്ടുന്ന ഒരു റിട്ടേൺ ഉണ്ട്. അതായത് അത്രയും മാക്സിമം ആ പ്രൊജക്റ്റിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് എക്സ്പെക്ടഡ് റിട്ടേൺ. ആ പ്രൊജക്ട് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനെയാണ് എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ടേംസ് ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചു. ഞാൻ ഇത് ഇന്നലെ പറഞ്ഞതാ, പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇന്നലെ ക്ലിയർ ആയില്ല. നിങ്ങൾ ക്ലിയർ ആയി ആണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ക്ലിയർ ആയില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞു. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം, കുഴപ്പമില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എക്സ്പെക്ടഡ് റിട്ടേൺ എന്താണെന്നും റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്താണെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് എടുക്കുന്നുണ്ടോ ആരെങ്കിലും? അതായത് ജസ്റ്റ് ഇതിന്റെ എമൗണ്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് എടുക്കുന്നുണ്ടോ? സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. ഗുഡ്. അതൊരു നല്ല ഓപ്ഷൻ ആണ് കേട്ടോ. നിങ്ങൾ എന്നിട്ട് ജസ്റ്റ് അത് നമ്പർ ഇട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇതിന് എന്താ ചെയ്യുന്നതെന്നൊന്ന് എഴുതി വെക്കുക. നമ്മൾ പറയുന്ന കൂടെ എന്തായാലും നമ്മൾ കുറച്ചു നേരം എടുക്കണുണ്ടല്ലോ. ആ സമയത്ത് നിങ്ങളൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നോക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെച്ചാൽ മതി നിങ്ങളുടെ ലാംഗ്വേജിൽ. പിന്നെ
പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലും. അതായത് നിങ്ങൾക്ക് ചില സമയത്തൊക്കെ നമുക്ക് എസ്സേക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അതായത് എസ്സേയിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. റിട്ടേൺ കണ്ടുപിടിക്കാൻ വരും, അല്ലെങ്കിൽ റിട്ടേൺ മാർക്കറ്റ് പ്രീമിയം ഒക്കെ കണ്ടുപിടിക്കാൻ ചില സമയത്തൊക്കെ എസ്സേയിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് ഇത് ഞാൻ ചെയ്തതല്ല, നിങ്ങൾ എപ്പോഴും എക്സാം എഴുതുമ്പോൾ അതായത് റിക്വയർഡ് റിട്ടേൺ ഒക്കെ കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും പെർസെന്റേജ് തന്നെ കാണിക്കണം. അതായത് ഒരിക്കലും 0.12 അല്ലെങ്കിൽ 12 എന്നോ അങ്ങനെ മാത്രം എമൗണ്ട് മാത്രമായിട്ട് കാണിക്കരുത്. അത് ഇപ്പൊ റിസ്ക് ഫ്രീ റേറ്റ് ആണെങ്കിലും റിട്ടേൺ ഓൺ മാർക്കറ്റ് ആണെങ്കിലും എക്സ്പെക്ടഡ് റിട്ടേൺ ആണെങ്കിലും റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണെങ്കിലും അതൊക്കെ പെർസെന്റേജിലാണ് കാണിക്കുന്നത്. ബീറ്റ മാത്രമാണല്ലേ നമ്മൾ പെർസെന്റേജ് ഇല്ലാതെ കാണിക്കുന്നത്, ബാക്കിയെല്ലാം പെർസെന്റേജിലാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ, അതായത് ആൻസർ ചെയ്യുമ്പോൾ പെർസെന്റേജ് ഉള്ളതിന് പെർസെന്റേജ് ഇല്ല തന്നെ വേണം. ക്ലിയർ ആയോ? എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായോ? അതായത് എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇപ്പൊ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ കണ്ടുപിടിക്കാൻ വന്നാല് അതിൽ എന്താണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിന്റെ സൈൻ സിമ്പിൾ ഏതാണോ ആ സിമ്പിൾ നിങ്ങൾ ഇട്ടിരിക്കണം. അതായത് പെർസെന്റേജ് ഫോമിലാണ് ഉള്ളതെങ്കിൽ ആ പെർസെന്റേജ് നിങ്ങൾ ഇട്ടിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ 29th ക്വസ്റ്റ്യൻ. The common stock of Wisconsin's finest cheese has a beta coefficient of 1.7. The following information about overall market condition is available. Expected return on US Treasury bonds 6%. Expected return on market portfolio 8%. Using the capital asset pricing model, what is the risk premium on the market? എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലേ? എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് പറയുന്നത്. ആരും തെറ്റായിട്ട് ആൻസർ ഇതുവരെ ഷെയർ ചെയ്ത് കണ്ടില്ല. സി ആണ് ആൻസർ. നമുക്കിവിടെ എക്സ്പെക്ടഡ് റിട്ടേൺ, മാർക്കറ്റ് റിട്ടേൺ, അതായത് RM തന്നിട്ടുണ്ട് 8.5%, റിസ്ക് ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട് 6%, ബീറ്റ തന്നിട്ടുണ്ട് 1.7%. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാർക്കറ്റ് റിസ്ക് പ്രീമിയം കാണാനാണ്. മാർക്കറ്റ് റിസ്ക് പ്രീമിയത്തിന്റെ ഇക്വേഷൻ എന്താ? RM മൈനസ് RF ആണ്. ഓക്കെ, സോ 8.5 മൈനസ് 6%, 2.5%. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ. Okay, 30th question. New companies' sales and profits are growing rapidly, and so is its dividend. Its dividend is growing at an annual rate of 25%. This growth in the dividend is expected to continue for 2 years. After that, the rate of growth is expected to slow down to 10% per year. The investor's required rate of return on the stock is 16%. The next annual dividend is expected to be 1%. The beta of new company stock is 1.5. The US Treasury bill rate is 4%. What is the risk premium of the market? Simple ആണ്, പെട്ടെന്ന് ചെയ്യാം. ചെയ്ത് കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം.
ഓൾമോസ്റ്റ് വിചാരിക്കുന്നു. ശരിയായില്ലേ? ഇത് ആൻസർ പറഞ്ഞോ ബിബിത? അതുപോലെ ഗോപി കൃഷ്ണൻ ഇത് റെസ്പോണ്ട് ചെയ്ത് കണ്ടിട്ടില്ലല്ലോ. ഇല്ല ഇവിടെ ബിബിത ഒന്നും ഇല്ലേ ഇവിടെ? ഇതുവരെ റെസ്പോണ്ട് ചെയ്തില്ലല്ലോ ബിബിത. കളയാനില്ല. ബാക്കി എല്ലാവർക്കും കിട്ടിയോ? കിട്ടി വിചാരിക്കുന്നു. ആൻസർ എല്ലാവരും പറഞ്ഞത് 8 ആണ്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യണോ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്? ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. കാരണം നമ്മൾ രണ്ടാമത് ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് മാത്രം വെച്ചിരിക്കുന്ന സെഷൻ ആണ്. സോ ആർക്കെങ്കിലും ഇതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എന്നോട് പറയണം. എങ്ങനെയാ ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല. അതായത് ഇവിടെ 6 തന്നിട്ടുണ്ട്. 16 ഈക്വൽ ടു 4 ആണ് റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് RM മൈനസ് RF ഇൻറ്റു 1.5. ഇങ്ങനെയല്ല കിട്ടിയത്. അതിനെ സോൾവ് ചെയ്യുമ്പോൾ ഈ 4 പോസിറ്റീവ് 4നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പൊ നെഗറ്റീവായി. അതായത് 16 മൈനസ് 4 വരും. അപ്പൊ 12 ഈക്വൽ ടു RM മൈനസ് RF 1.5 ഇൻറ്റു 1.5 ഇപ്പോഴത്തെ സൈഡിൽ 12 ബൈ 1.5 ആയി ഈക്വൽ മൈനസ് R അല്ലെ? നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തത്? എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോ ഈ RM മൈനസ് RFന്റെ അടുത്തും 4 എന്ന വാല്യൂ ഇട്ട് കാണും അല്ലെ? ഇട്ടോ? RM മൈനസ് RFന്റെ അടുത്തും 4 എന്ന വാല്യൂ ഇട്ടാണോ ചെയ്യുന്നത്? ആ ശരിക്കും ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് നമ്മൾ മൈനസ് RF ആണ് റിസ്ക് പ്രീമിയം. നിങ്ങൾ RM കണ്ടുപിടിച്ച് പിന്നെ RF മൈനസ് ചെയ്ത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ആണ്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ വേ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതല്ലേ കുറച്ചും കൂടെ സിമ്പിള്? എനിക്കറിയില്ല, ഇതാണ് കുറച്ചും കൂടെ സിമ്പിൾ വേ ആയിട്ട് തോന്നിയത്. അതായത് മാക്സിമം നമുക്ക് ടൈം കുറച്ചുകൊണ്ട് ചെയ്യാനാണ് വേണ്ടത്. നമ്മൾ അവിടെ അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 4 into 1.5 സ്റ്റെപ്പുകൾ കൂടാണ്. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല ഈസി വേ ഇതാണ്. സോ ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും.
ക്ലിയർ ആയോ? ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് പറയണേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോട്ട് ചെയ്തല്ലോ അല്ലെ? ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, 31st ക്വസ്റ്റ്യൻ. ഇത് ഓൾറെഡി ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഒരു ടൈം പോലും ഡിസ്കസ് ചെയ്യാത്തില്ല. An investor is currently holding income bonds, debentures, subordinate debentures, and first mortgage bonds. Which of these securities traditionally is considered to have the least risk? A. Income bond. B. Debentures. C. Subordinate debentures. D. First mortgage bond. അതില്ലല്ലോ. ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈയും കൂടെ തരും കേട്ടോ. കിട്ടാത്തതില്ലല്ലോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Covering Guilderland Mining Company common stock estimates the following information for next year. Expected return on the market portfolio 12%, expected return on treasury securities 5%, expected Guilderland 2.2 using the analyst പ്രീമിയം ഫോർ സ്റ്റോക്ക് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പ്രീമിയം ഫോർ സ്റ്റോക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എല്ലാവർക്കും കിട്ടിയോ? കുറച്ച് ആൾക്കാർ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവർ പറയട്ടോ, പെട്ടെന്ന് പറയും. കിട്ടിയോ ആൻസർ എല്ലാവർക്കും? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു ഇതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ വരുന്നത് സി ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് പറയേണ്ടതുണ്ടോ? ചോദിച്ചിരിക്കുന്നത് റിസ്ക് പ്രീമിയം ഫോർ സ്റ്റോക്ക് ആണ്. റിസ്ക് പ്രീമിയം ഫോർ സ്റ്റോക്കിന്റെ ഫോർമുല എന്താണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. സൗമ്യ സന്തോഷ് പറഞ്ഞേ. സന്തോഷ് ഓൺലൈനിൽ ഇല്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ.
കേൾക്കുന്നില്ല, ഇയാൾ ഇല്ലേ ഇതിന്റെ അകത്ത്? എന്നാ സ്റ്റെബിൻ പറഞ്ഞ ആൻസർ പെട്ടെന്ന് പറയണേ, സമയം കളയരുത്. റിസ്ക് പ്രീമിയം ഫോർ സ്റ്റോക്കിന്റെ ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. വോയിസ് കേൾക്കണില്ലേ നിങ്ങള്? ക്ലിയർ ആവുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? ആരായിരുന്നു അറിയാ? കുഴപ്പമില്ല, ലെഫ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഇവിടെ RM മൈനസ് RF ഇൻറ്റു ബീറ്റ ആണ് റിസ്ക് പ്രീമിയം ഫോർ സ്റ്റോക്കിന്റെ ഇക്വേഷൻ. സോ ഇവിടെ ബീറ്റ 2.2 ആണ്, 12% ആണ് മാർക്കറ്റ് റിട്ടേൺ, 5% ആണ് റിസ്ക് ഫ്രീ റേറ്റ്. സോ 12 മൈനസ് 5 ഇൻറ്റു 2.2 അല്ലെ? ആൻസർ കിട്ടിയത് സി ആണ്, 15.4. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് സെയിം പാറ്റേൺ ആണ്, അതായത് ഇത് നിങ്ങളുടെ അതായിരിക്കും നല്ലത്. ഇതിലൊന്നും ചോദിക്കുന്നില്ല, എന്റെ സെയിം തന്നെയാണ് ചോദിക്കുന്നത്, ഒന്നും ഡിഫറെന്റ് ആയിട്ടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് മോഡൽ തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല. ഞാൻ തരാം. ക്വസ്റ്റിനും എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. സോ നോക്കും. ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതിന്റെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ആദ്യം നോക്കുക. ദ ഫിനാൻഷ്യൽ ലിവറേജ് ഓഫ് തൈവാൻ കോർപ്പറേഷൻ വുഡ് ഇൻക്രീസ് ആസ് എ റിസൾട്ട് ഓഫ്, അതായത് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ ഈ പറഞ്ഞ, അതായത് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ, ഈ ഓപ്ഷൻസിൽ ഏതോ ഒരെണ്ണം നടന്നാല് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ലിവറേജ് കൂടും. അത് എന്തിന്റെ ഫലമായിട്ടാണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ലിവറേജ് കൂടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇഷ്യൂയിങ് കോമൺ സ്റ്റോക്ക് ആൻഡ് യൂസിംഗ് ദ പ്രൊസീഡ്സ് ടു റിട്ടയർ പ്രിഫേർഡ് സ്റ്റോക്ക്, മെയിൻറ്റെയിനിങ് ദ സെയിം ഡോളർ ലെവൽ. ഓൾമോസ്റ്റ് ആൻസർ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എന്താണ് കുറെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ? ആൻസർ കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞ ആൻസർ ശരിയാണ്. ആൻസർ സി ആണ്, അതായത് ഫിനാൻസിങ് ഇറ്റ്സ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് വിത്ത് എ ഹയർ പെർസെന്റേജ് ഓഫ് ബോൺസ്. അതാണ് ആൻസർ. ഞാൻ ജസ്റ്റ് ABC ഓരോന്നും എന്താന്ന് പറയാം. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് വെച്ചാൽ എന്താ? ലിവറേജ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് ഇൻകം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റിട്ടേൺ കൂട്ടുക, അതാണ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെ? അല്ലെങ്കിൽ ഫിക്സഡ് ചാർജസ് കൂട്ടിക്കൊണ്ട് നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുക, അതാണ് ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഷ്യൂയിങ് കോമൺ സ്റ്റോക്ക് ആൻഡ് യൂസിംഗ് ദ പ്രൊസീഡ്സ് ടു റിട്ടയർ പ്രിഫേർഡ് സ്റ്റോക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് കോമൺ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഉള്ള പ്രിഫേർഡ് സ്റ്റോക്ക് റിട്ടയർ ചെയ്യുക, അതുവഴി ഫിനാൻഷ്യൽ ലിവറേജ് കൂടുന്നുണ്ടോ? ഫിനാൻഷ്യൽ ലിവറേജ് കൂടുന്നുണ്ടോ? ഫിനാൻഷ്യൽ ലിവറേജ് കൂടുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ കോമൺ സ്റ്റോക്ക് കൂടുതൽ ഇഷ്യൂ ചെയ്താൽ, കോമൺ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കേണ്ട എന്തെങ്കിലും ആണോ?
അല്ല, കോമൺ സ്റ്റോക്കുകൾക്ക് നമ്മൾ എപ്പോഴാ എല്ലാവർക്കും പേ ഓഫ് ചെയ്തതിന് ബാക്കിയുള്ള എമൗണ്ട് ആണ് കോമൺ സ്റ്റോക്കുകാർക്ക് ഡിവിഡൻഡ് ആയിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പം കോമൺ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. കൂടുതൽ കോമൺ സ്റ്റോക്ക് അതായത് ഇഷ്യൂ ചെയ്യുന്നത് വഴി കുറയുകയാണ് ചെയ്തത്. ഓക്കെ ഓക്കെ. സെക്കൻഡ് വൺ പറയുന്നത് മെയിൻറ്റെയിനിങ് ദ ഡോളർ ലെവൽ even though it is how it is by 7%. പറയുന്നത് ഡിവിഡൻഡ് കുറയ്ക്കുകയാണ്. അതായത് കഴിഞ്ഞ വർഷം ഏർണിങ്സ് ഇൻക്രീസ് ചെയ്തിട്ടും നമ്മൾ ഡിവിഡൻഡിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. കഴിഞ്ഞ കൊല്ലത്തെ ഇൻക്രീസ് നമ്മൾ ഈ കൊല്ലവും സെയിം ഡിവിഡൻഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോ കുറെ പേർ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് പിന്നെ ജോയിൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക. അതായത് എന്തെങ്കിലും കിട്ടാറുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യട്ടോ. അപ്പം സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ഏർണിങ്സ് ഇൻക്രീസ് ചെയ്തു പക്ഷെ ഡിവിഡൻഡിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ഓക്കെ, ഡിവിഡൻഡിൽ ഒരു മാറ്റവും വരുത്തില്ല. ഡിവിഡൻഡ് ലാസ്റ്റ് ഇയർ പോലെ തന്നെ ഈ മെയിൻറ്റെയിൻ ചെയ്യാണ്. അപ്പോ ഏർണിങ്സ് കൂടി ഡിവിഡൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത് അതിന്റെ ഇടയ്ക്ക്? അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കുറഞ്ഞു. അതായത് ഡിവിഡൻഡ് കഴിഞ്ഞ കൊല്ലത്തെ അതേ തന്നെ ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത്, പക്ഷെ നമ്മുടെ ഏർണിങ്സ് കൂടിയിട്ടുണ്ട്. അപ്പൊ ആ എമൗണ്ട് നമുക്ക് എന്തായിട്ടായിരിക്കും വരുന്നത്? നിങ്ങൾ കേൾക്കുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? അപ്പോ ഏർണിങ്സ് കൂടിയിട്ടുണ്ട്, ഡിവിഡൻഡ് സെയിം ലെവൽ ഓഫ് ഡിവിഡൻഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്താണ് കൂടുതലാവുന്നത്? അപ്പോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കുറയാണ്, കൂടുതലാകുന്നത് എന്താ? ഓക്കെ, റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. ഓക്കെ, റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ കൂട്ടി. റീറ്റെയിൻഡ് ഏർണിങ്സ് കൂട്ടി എന്ന് വിചാരിച്ച് നമ്മുടെ ഫിക്സഡ് ചാർജസിനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജിനോ എന്തെങ്കിലും എഫക്ട് ഉണ്ടോ അതില്? ഉണ്ടോ? ഇല്ല, ഫിനാൻഷ്യൽ ലിവറേജിന് ഒരു എഫക്റ്റും വരുന്നില്ല. തേർഡ് വൺ, അത് ബോണ്ടിന്റെ പെർസെന്റേജ് കൂട്ടി. സ്വാഭാവികമായി നിങ്ങൾ എല്ലാവരും ആൻസർ പറഞ്ഞതാണ്. ബോണ്ടിന്റെ പെർസെന്റേജ് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് ഓരോ മാസവും അടയ്ക്കണം. സോ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി. അതായത് നമ്മുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ ബോണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. സോ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് പേ ചെയ്യേണ്ട എമൗണ്ട് കൂടി. സോ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ചെയ്തു. അടുത്തത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ. നേരത്തെ ഓൾറെഡി ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. ഇക്വിറ്റിയിൽ നമ്മൾ ഇക്വിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇക്വിറ്റി നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സഡ് ചാർജസിന് ഒരു ചേഞ്ചസും വരുന്നില്ല. ഫിക്സഡ് ചാർജസിന് ചേഞ്ച് വരുന്നില്ല എന്നതിനുള്ള അർത്ഥം നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജിലും ചേഞ്ച് വരുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ, നോക്കാം. ഓക്കെ, ക്വസ്റ്റൻ ഒന്ന് വായിച്ചേ. Using the capital asset pricing model, an analyst has calculated an expected risk-adjusted return of 17% for common stock of a company. The company's stock has a beta of 2 and the overall expected market return for equities is 10%. The risk-free return is 3%. All else being equal, the expected risk-adjusted return for the company's stock would increase if the A. risk-free return decreases, B. volatility of company stock decreases, C. overall expected market return for equities decreases, D. beta of company stock decreases. Question clear ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ,
ഓൾമോസ്റ്റ് എല്ലാവർക്കും ആൻസർ കിട്ടിയെന്നാണ് തോന്നുന്നത്. ആൻസർ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാ ഈ ആൻസർ കിട്ടിയത്? അതായത് നിങ്ങൾ ഓൾറെഡി ഇത് എവിടെയെങ്കിലും ചെയ്തത് കൊണ്ടാണോ ആൻസർ കിട്ടിയത്, അതോ ചെയ്തു നോക്കിയിട്ടാണോ കിട്ടിയത്? എങ്ങനെയാ കിട്ടിയത്? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എങ്ങനെയാണ് കിട്ടിയത് ഈ ആൻസർ? ഓൾറെഡി നിങ്ങൾ ചെയ്ത് അതായത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നത് ആദ്യത്തേത് എന്താ? റിസ്ക് ഫ്രീ റിട്ടേൺ ഡിക്രീസ്. റിസ്ക് ഫ്രീ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നമുക്ക് RF ഉള്ളത് 3% ആണ്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് 2 ഇട്ട് നോക്കുക. 2 ആണ് ചെയ്യുമ്പോൾ ഏത് ആൻസർ കിട്ടും നോക്കുക. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരണോ? ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേണ്ടതുണ്ടോ? അതോ നിങ്ങൾക്ക് ക്ലിയർ ആയി നിങ്ങൾ ചെയ്തിട്ട് തന്നെ അറിയാവുന്നതാണോ, അതോ ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ? ചെയ്ത് തരണമെന്നാണോ ചെയ്ത് തരണ്ട എന്നാണോ? വേസ്റ്റ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. ക്ലിയർ ആയി നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണോ? ഓക്കെ, കാണിച്ചു തരുള്ളൂ. അതായത് നമുക്ക് ഇവിടെ 17 ആണ് 6 തന്നിരിക്കുന്നത് അല്ലെ? 17 ആണ് 6 തന്നിരിക്കുന്നത്. നമ്മുടെ RF തന്നിരിക്കുന്നത് 3 ആണ്, പ്ലസ് 10 മൈനസ് 3 ഇൻറ്റു 2. ഇതായിരിക്കും അല്ലേ? ഇതല്ലേ ഇക്വേഷൻ വരുന്നത്? ശരിയല്ലേ? ഇക്വേഷൻ ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പൊ ആദ്യത്തെ എ എന്ന് പറയുന്നതിന്റെ എന്താ? റിസ്ക് ഫ്രീ റിട്ടേൺ കുറയുകയാണെങ്കിൽ, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, സോ നിങ്ങൾ ജസ്റ്റ് ഒരു എമൗണ്ട് ഇട്ട് നോക്കുക. അതായത് റിസ്ക് ഫ്രീ റിട്ടേൺ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. സോറി, അതായത് റിസ്ക് ഫ്രീ റിട്ടേൺ നേരത്തെ 3 ആയിരുന്നു, നിങ്ങൾ അത് ജസ്റ്റ് 2 ആക്കി നോക്കുക. അപ്പോ 2 പ്ലസ് 10 മൈനസ് 2 ഇൻറ്റു 2. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇങ്ങനെ ഇട്ട് നോക്കുക. അതായത് RF ഒന്ന് കുറച്ചിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 18 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് കമ്പനിയുടെ റിട്ടേൺ എന്താ? ഇൻക്രീസ് ചെയ്യൂലേ? നേരത്തെ 17 ആയിരുന്നു, ഇപ്പൊ അത് 18 ആയി. എന്താ? എക്സ്പെക്ടഡ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ ഫോർ ദ കമ്പനി സ്റ്റോക്ക് വുഡ് ഇൻക്രീസ്. കമ്പനിയുടെ റിട്ടേൺ, കമ്പനി സ്റ്റോക്കിന്റെ റിട്ടേൺ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന്. റിസ്ക് ഫ്രീ റേറ്റ് കുറയുകയാണെങ്കിൽ കമ്പനിയുടെ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയോ? എ എന്ന ഓപ്ഷൻ ക്ലിയർ ആയോ? എങ്ങനെയാ കിട്ടിയെന്ന്? ഇനി ഇതേ സിറ്റുവേഷനിൽ ബി എന്ന് പറയുന്നത് വൊളാറ്റിലിറ്റി ഓഫ് ദ കമ്പനീസ് സ്റ്റോക്ക് ഡിക്രീസസ്. വൊളാറ്റിലിറ്റി ഓഫ് ദ കമ്പനി സ്റ്റോക്ക് ഡിക്രീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വൊളാറ്റിലിറ്റി ഓഫ് കമ്പനി സ്റ്റോക്ക് ഡിക്രീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ കുറഞ്ഞു എന്നല്ലേ അർത്ഥം? ബീറ്റ ലെസ് ദാൻ 1 ആകുമ്പോഴല്ലേ നമ്മുടെ സ്റ്റോക്ക് ലെസ് വോളറ്റൈൽ ആവുമെന്ന് ഞാൻ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? സോ ബീറ്റ ലെസ് ദാൻ 1 ആണ്. സോ നമുക്ക് ഇവിടെ അത് അപ്ലൈ ചെയ്ത് നോക്കാം. സെയിം ഇക്വേഷൻ തന്നെ ബീറ്റ ലെസ് ദാൻ 1 ആക്കി അപ്ലൈ ചെയ്ത് നോക്കാം. 10 മൈനസ് 3 ബീറ്റ എന്ത് വരും? 0.5 ഇടുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6.5 ആയിരിക്കും. ഇത് നോക്കി, 0.5 അല്ലേ വരുന്നത്? $6.5 അല്ലേ വരുന്നത്? റിട്ടേൺ എന്താ സംഭവിച്ചതെന്ന്? നേരത്തെ 17%, സോറി, റേറ്റ് ഓഫ് റിട്ടേൺ എന്താ സംഭവിച്ചതെന്ന്? നേരത്തെ 17% ആയിരുന്നു, ഇപ്പൊ 6.5 ആയി. അതായത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻക്രീസ് ചെയ്യാൻ എന്ത് സംഭവിച്ചാലും ഇൻക്രീസ് ചെയ്യാന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഈ ഓപ്ഷൻ അല്ല. ആൻസർ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ എല്ലാം കൂടെ ഇവിടെ ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അത്
കളഞ്ഞത്. ഇത് ക്ലിയർ ആയോ? സെക്കൻഡ് ഓപ്ഷൻ ക്ലിയർ ആയോ? തേർഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഓവറോൾ എക്സ്പെക്ടഡ് മാർക്കറ്റ് റിട്ടേൺ ഫോർ ഇക്വിറ്റി ഡിക്രീസസ്. അതായത് സംഭവിക്കാണ് 3+ ആർഎമ്മിന് 9 കൊടുക്കുകയാണ്, 3 തന്നെ കൊടുക്കാണ് 2. അതായത് ഇവിടെ ആറ് കുറയുമ്പോൾ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 50 അല്ലേ കിട്ടുന്നത്? റേറ്റ് ഓഫ് റിട്ടേൺ കമ്പയർ, അതായത് നേരത്തെ 17% ആയിരുന്നു. ഓക്കെ, നേരത്തെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 17% ആയിരുന്നു. 17% ആയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 15% ആണ്. ദാറ്റ് മീൻസ് കുറയുകയാണ് ചെയ്തത്, അല്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഫോർത്ത് ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് ബീറ്റ ഓഫ് ദ കമ്പനി സ്റ്റോക്ക് ഡിക്രീസസ്. സെയിം തന്നെയാണ് നമ്മൾ ബിയിലും ചെയ്തത്, അല്ലേ? ബിയും നോക്കിക്കേ, വോളാറ്റിലിറ്റി ഓഫ് ദ കമ്പനി ഈ ബീറ്റ നോക്കാം, പക്ഷെ എന്നാലും സെയിം ആൻസർ തന്നെ ക്ലിയർ ആയോ? ഇന്നത്തേക്ക് മതി. ഇതിൽ ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാം ഒന്നും കൂടെ. ഇന്ന് പറഞ്ഞ എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓൾമോസ്റ്റ് 9 ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാകാത്തതോ പ്രശ്നമുണ്ടോ? ഓക്കെ, ഇങ്ങനെ പോയാൽ മതിയോ? അതായത് ഇങ്ങനെ തന്നെ എടുത്താൽ ഞാൻ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്തോ. ബാക്കി ക്വസ്റ്റ്യൻ കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്.